കർണാടകയിലെ ഷിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ ഇനിയും വൈകും. ഗോവയിൽ നിന്നും ഡ്രഡ്ജർ എത്തുന്നതുവരെ തിരച്ചിൽ നടത്തേണ്ട എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. അതേസമയം നേവി മാർക്ക് ചെയ്ത പോയിന്റുകളിൽ നിന്നും മാൽപേ സംഘം കൂടുതൽ വാഹനഭാഗങ്ങൾ കണ്ടെടുത്തു. ഫെലിക്സ് ഷിരൂരിൽ നിന്നും ചേരുന്നുണ്ട്. ഫെലിക്സ്, ഇന്നത്തെ തിരച്ചിലും അവസാനിക്കുകയാണ്. ഇനി ഡ്രഡ്ജർ എത്തിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. എന്തൊക്കെയായിരുന്നു നേരിട്ട വെല്ലുവിളികൾ? ലോഹഭാഗം നേരത്തെ കിട്ടിയെന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് മാൽപേ സംഘം പറയുന്നത്? തെരച്ചിലുടൻ പുനരാരംഭിക്കില്ല എന്ന് തന്നെയാണ് മാൽപേ സംഘം അടക്കം അറിയിക്കുന്നത്. മാൽപേ സംഘം മാത്രമല്ല, ഈ കാര്യത്തിൽ ജില്ലാ ഭരണകൂടവും സമാന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതായത് നാളെ മാത്രമല്ല, അടുത്ത ദിവസം ഈ തെരച്ചിൽ പുനരാരംഭിക്കില്ല എന്നതാണ് ജില്ലാ കളക്ടറും ഒപ്പം തന്നെ കാർവാർ MLA സതീഷ് സെയിലും വ്യക്തമാക്കുന്നത്. അതായത് ഇനി ഇപ്പോൾ തെരച്ചിൽ പുനരാരംഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നിൽക്കുന്നത് ഈ പറയുന്ന ഈ വിസിബിലിറ്റിയുടെ ഒരു പ്രശ്നമാണ്. കാരണം കനത്ത മഴ കഴിഞ്ഞ ദിവസം ഇന്ന് വൈകുന്നേരം അടക്കം ഈ കാർവാറിൽ ഒപ്പം തന്നെ ഷിരൂരിലടക്കം അനുഭവപ്പെട്ടു. അതുകൊണ്ട് ഈ പുഴയിൽ വിസിബിലിറ്റി കുറവായതുകൊണ്ട് ഈ തെരച്ചിൽ നടത്താൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഒപ്പം ഇനിയിപ്പോൾ തെരച്ചിൽ നടത്തണമെങ്കിൽ ഡ്രഡ്ജർ കൊണ്ടുവരണം. ഡ്രഡ്ജർ ഗോവയിൽ നിന്നുമാണ് എത്തേണ്ടത്. ഗോവയിൽ നിന്ന് എപ്പോൾ എത്തും എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. അതിപ്പോൾ ഈ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് 4 ദിവസത്തിനുള്ളിൽ ഡ്രഡ്ജർ ഇവിടേക്ക് എത്തിക്കുമെന്നതാണ്. പക്ഷേ 4 ദിവസത്തിനുള്ളിൽ എത്തിക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ അത് വ്യാഴാഴ്ച മാത്രം, അതായത് അടുത്ത വ്യാഴാഴ്ച 16-ാം തീയതി മാത്രമേ 22-ാം തീയതി മാത്രമേ ഇവിടേക്ക് ഡ്രഡ്ജർ എത്തിക്കാൻ കഴിയൂ എന്നതാണ് ഈ ഡ്രഡ്ജർ കമ്പനി അടക്കം വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ 22-ാം തീയതി മാത്രമേ ഒരുപക്ഷെ ഈ തിരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയൂ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വെള്ളത്തിൽ വിസിബിലിറ്റി വളരെ കുറവാണ്. പ്രത്യേകിച്ചും കലങ്ങിയ വെള്ളമാണ്. മഴയടക്കം പെയ്തത് കൊണ്ട് കലങ്ങിയ വെള്ളമാണ് പുഴയിലുള്ളത്. ആ സാഹചര്യത്തിൽ ഈശ്വർ മാൽപയ്ക്കോ നേവിക്കോ ഇവിടെ തെരച്ചിൽ നടത്താൻ കഴിയില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളോ തെരച്ചിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. നാളെ ഏതെങ്കിലും തെരച്ചിൽ ഉണ്ടാകില്ല എന്ന് മാൽപേ അടക്കം സതീഷ് സെയിൽ MLA അടക്കം വ്യക്തമാക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ ആകട്ടെ ഈ വിഷയത്തിൽ അവർ പ്രതികരിച്ചത് ഇനിയിപ്പോൾ ഡ്രഡ്ജർ എത്തിച്ചതിന് ശേഷം മാത്രം തെരച്ചിൽ എന്നതാണ്. പക്ഷേ ഡ്രഡ്ജർ 4-5 ദിവസത്തിനുള്ളിൽ എത്തിക്കുമെന്ന് കളക്ടർ വ്യക്തമാക്കുമ്പോഴും കമ്പനി വ്യക്തമാക്കുന്നത് അടുത്ത വ്യാഴാഴ്ച മാത്രമേ എത്തിക്കുള്ളൂ എന്നതാണ്. അപ്പോൾ അതിനൊരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഡ്രഡ്ജർ ഇവിടെ എത്തിക്കണമെങ്കിൽ ഈ പുഴയുടെ സാഹചര്യമൊക്കെ തന്നെ ആ കമ്പനി ഇവിടെ എത്തി പരിശോധിക്കേണ്ടതുണ്ട്. കമ്പനി ഇവിടെ എത്തി അത് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഡ്രഡ്ജർ ഇവിടേക്ക് എത്തിക്കുക. ഏതായാലും ഇപ്പോൾ വലിയ അനിശ്ചിതത്വം ഈ അർജുന തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എപ്പോൾ തെരച്ചിൽ ഇനി തുടരുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഡ്രഡ്ജർ എത്തിക്കണമെങ്കിൽ ജില്ലാ ഭരണകൂടം 4 ദിവസം എന്ന് പറയുമ്പോഴും കമ്പനി പറയുന്നത് അങ്ങനെയല്ല, വ്യാഴാഴ്ചയ്ക്ക് ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകൂ എന്നതാണ്. അങ്ങനെയെങ്കിൽ അർജുനായുള്ള തെരച്ചിൽ വീണ്ടും നീളും. അത് എത്ര ദിവസത്തേക്ക് നീണ്ടുപോകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഈ ഡ്രഡ്ജർ സംവിധാനം ഇവിടെ എത്തിക്കാൻ കഴിയൂ എന്ന് കമ്പനി വ്യക്തമാക്കുമ്പോൾ അതിനുശേഷം മാത്രമേ ഒരുപക്ഷെ തെരച്ചിൽ തുടരാനുള്ള ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ തെരച്ചിലിന്റെ മനുഷ്യത്വം നിരാശയാണ് ഫലമുള്ളത്. ഡ്രഡ്ജർ എത്തിയെങ്കിൽ മാത്രമേ തെരച്ചിൽ ഊർജിതമാവുകയുള്ളൂ.